നമസ്കാരം. ജോയ്ഫുൾ സൈക്ക് യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോയ്സൺ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഇന്നത്തെ ചെറുപ്പക്കാർ, അതായത് ജെൻ സി, അവർ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ കേട്ടിട്ട് ഇതൊക്കെ എന്ത് ഭാഷ എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഗോസ്റ്റിംഗ്, സിറ്റുവേഷൻഷിപ്പ്, ബെഞ്ചിങ്, ബ്രെഡ് ക്രംബിംഗ്, ഈ വാക്കുകളൊക്കെ ഇപ്പോൾ സർവ്വസാധാരണ. ഒരു പക്ഷേ നിങ്ങളിത് കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ സുഹൃത്തുക്കളോ ഇത് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. വെറും ഒരു പുതിയ ഭാഷ എന്നതിനപ്പുറം ഈ വാക്കുകൾ ഇന്നത്തെ തലമുറയുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെയും അവർ നേരിടുന്ന ചില വെല്ലുവിളികളെയും ആശയവിനിമയ രീതികളിലെ മാറ്റങ്ങളെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാധാരണയായി കേൾക്കുന്ന ചില ജെൻസി റിലേഷൻഷിപ്പ് വാക്കുകളെക്കുറിച്ചും അവയുടെ അർത്ഥങ്ങളെക്കുറിച്ചും, അതിലുപരി ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഈ വാക്കുകൾക്ക് പിന്നിലെ ചില മാനസിക വ്യാപാരങ്ങളെയും ബന്ധങ്ങളിലെ പുതിയ രീതികളെയും ഒക്കെ കുറിച്ചാണ്. ഈ വീഡിയോ ഇന്ന് തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും ഇന്നത്തെ ബന്ധങ്ങളുടെ സങ്കീർണതകളെ മനസ്സിലാക്കാനും സഹായിക്കുമെന്ന് കരുതുന്നു. സോ ആ കരുതലോടുകൂടി നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ഓരോ തലമുറയ്ക്കും അവരുടേതായിട്ടുള്ള സംസാര രീതികളും ബന്ധങ്ങളെ നിർവചിക്കുന്ന ശൈലികളുണ്ട്. സാങ്കേതിക വിദ്യയുടെ വളർച്ച, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, മാറുന്ന സാമൂഹിക കാഴ്ചപ്പാടുകൾ എന്നിവയെല്ലാം ഇന്നത്തെ തലമുറയുടെ ബന്ധങ്ങളെയും അവർ ഉപയോഗിക്കുന്ന ഭാഷയെയും വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും ഈ പുതിയ വാക്കുകളുണ്ടല്ലോ, ബന്ധങ്ങളിലെ അവ്യക്തമായ പ്രതിബദ്ധതയോടുള്ള ഭയത്തെ, കൈൻഡ് ഓഫ് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് അല്ലെ, അല്ലെങ്കിൽ ആശയവിനിമയത്തിലെ പുതിയ രീതികളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. മനഃശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ വ്യക്തതയില്ലാത്ത ബന്ധങ്ങൾ പലപ്പോഴും വൈകാരികമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവാറുണ്ട്. നമുക്ക് സാധാരണയായി കേൾക്കുന്ന ചില വാക്കുകളും അവയ്ക്ക് പിന്നിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ തന്നെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഒന്നാമതായിട്ട് ഗോസ്റ്റിംഗ്. എന്താണ് ഒരു ബന്ധത്തിലുള്ള, അത് പ്രണയമാവട്ടെ സൗഹൃദമാവട്ടെ, അതിലുള്ള ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഒരാൾ മറ്റേയാൾക്കൊരു വിശദീകരണവും നൽകാതെ പെട്ടെന്ന് എല്ലാ ആശയവിനിമയങ്ങളും പൂർണ്ണമായി നിർത്തുന്നതിനെയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വിളിച്ചാൽ എടുക്കില്ല, മെസ്സേജിങ്ങിന് മറുപടിയില്ല, ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമായി പോവുക ചെയ്യുന്നത്. ഇതിന്റെ മനഃശാസ്ത്രപരമായ വശം നോക്കുമ്പോൾ ഇത് പലപ്പോഴും നേരിട്ടുള്ള സംഭാഷണങ്ങളോടുള്ള ഭയം, മറ്റൊരാളുടെ വികാരങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എളുപ്പത്തിൽ ബന്ധങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു മാർഗം എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. എന്നാൽ ഗോസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്കുണ്ടല്ലോ, ഇത് വലിയ വേദനയും ആശയക്കുഴപ്പവും താൻ ഒന്നിനും കൊള്ളില്ല എന്ന തോന്നലും, അതായത് കൈൻഡ് ഓഫ് എ റിജക്ഷൻ ആൻഡ് ലോവേഡ് സെൽഫ് എസ്റ്റീം മുതലായവയൊക്കെ ഉണ്ടാക്കുന്നു. ഒരു വ്യക്തത, അതായത് ക്ലോഷർ എന്ന് പറയുമല്ലോ നമ്മൾ, ഒരു ക്ലോഷർ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് വളരെ വേദനാജനകവും വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് ഫേമസ് ആയിട്ടുള്ള വാക്കാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്താണിത്? ഇത് പ്രണയത്തെ പോലെ തോന്നുമെങ്കിലും കൃത്യമായ നിർവചനങ്ങളോ ഉറപ്പുകളോ ഭാവിയെക്കുറിച്ചുള്ള ധാരണകളോ ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഒരു കാമുകി എന്ന ലേബൽ ഇവിടെ ഉണ്ടാവില്ല. എന്നാൽ പ്രണയബന്ധത്തിലെ പല കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ തമ്മിൽ എന്താണ് എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടില്ല. ഇവിടെ അവിടെ അങ്ങ് ഉരുണ്ട് കളിച്ചിട്ടുള്ള, ലൈക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ക്ലിയർ. ഓക്കെ, സോ മനഃശാസ്ത്രപരമായ വശം നോക്കുമ്പോൾ ഇത് ചിലപ്പോൾ പ്രതിബദ്ധതയോടുള്ള ഭയത്തെയോ, അതായത് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് ലേബലുകൾ നൽകുന്നതിനോടുള്ള വിമുഖതയോ സൂചിപ്പിക്കാം. എന്നാൽ ഇതിലുള്ള രണ്ടു പേർക്കും പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള പ്രതീക്ഷകളായിരിക്കും ഉണ്ടായിരിക്കുക. ഒരാൾക്ക് ഇതൊരു താൽക്കാലിക ബന്ധമായിരിക്കുമ്പോൾ മറ്റേയാൾ ഒരു പക്ഷേ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഈ അവ്യക്തത ഉണ്ടല്ലോ, പിന്നീട് വലിയ തോതിലുള്ള വൈകാരിക വേദനയ്ക്ക് കാരണമായേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ സിറ്റുവേഷൻഷിപ്പിക്ക് പോകുമ്പോൾ, ആർ യു പ്രിപ്പയർഡ് ഫോർ സിറ്റുവേഷൻഷിപ്പ്?
എന്താണ് നിങ്ങൾ റിലേഷൻഷിപ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നൊക്കെ ഒരു ബോധം ഉണ്ടാക്കിയിട്ട് സിറ്റുവേഷൻഷിപ്പ് പോലെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കാം. ഇനി മൂന്നാമതായിട്ടുള്ള ന്യൂജൻ അഥവാ ജെൻസി വേർഡാണ് ബ്രെഡ് ക്രംബിങ്. അതെ, ബ്രെഡ് ക്രംബിങ് എന്താണിത്? ഒരാൾക്ക് നിങ്ങളോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും അവർക്ക് നിങ്ങളെ പൂർണ്ണമായും നഷ്ടപ്പെടുത്താനും താല്പര്യമില്ല. കുറേ ബെനിഫിറ്റ് ഉണ്ടാവും വ്യത്യസ്ത തരത്തിലുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷ നിലനിർത്താൻ വേണ്ടി മാത്രം ഇടയ്ക്കിടെ കുറച്ച് ശ്രദ്ധയോ മെസ്സേജുകളോ ഫ്ലേട്ടിങ്ങോ നൽകിക്കൊണ്ടിരിക്കും. ഒരു കോഴിക്കുണ്ടല്ലോ തീറ്റ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്ന പോലെ. ഇതാണ് ഈ കോഴിക്ക് ചെറുതായിട്ട് തീറ്റ ഇട്ട് കൊടുക്കുന്ന ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത്. സോ മനഃശാസ്ത്രപരമായ വശത്തിന് നോക്കുമ്പോൾ ഇത് പലപ്പോഴും മറ്റൊരാളുടെ വികാരങ്ങളെ മാനിക്കാത്ത ഒരു പരിധിവരെ സ്വാർത്ഥമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ്. ഒന്നിലധികം ഓപ്ഷനുകൾ നിലനിർത്താനായിട്ടുള്ള ശ്രമമായിട്ടും ഇതിനെ നമുക്ക് കാണാം. ഇത് ലഭിക്കുന്ന വ്യക്തിക്കുണ്ടല്ലോ നിരന്തര പ്രതീക്ഷയും എന്നാൽ നിരാശയും ഉണ്ടാകും. അവരുടെ ആത്മാഭിമാനത്തെയും ഇത് വളരെ ദോഷകരമായിട്ട് വേദനാജനകമായിട്ട് തന്നെ ബാധിക്കാൻ ഇടയാവും. അടുത്തത് നമ്മൾ കോമൺ ആയിട്ട് സ്പോർട്ടിലൊക്കെ ഒരു ഒറിജിൻ ചെയ്തിട്ടുള്ള ഒരു വാക്കാണ്, വളരെ രസകരമായിട്ടുള്ളൊരു വാക്കാണ്. നാലാമതായിട്ടുള്ള ഈ വാക്കിനെ നമ്മൾ വിളിക്കുന്നത് ബെഞ്ചിങ് എന്നാണ്. അതെ, ബെഞ്ചിങ്. സാധാരണ നമ്മൾ ഫുട്ബോൾ കളിയിലും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയിലൊക്കെ ആയിരിക്കും അവിടെ സൈഡ് ബെഞ്ച് ഉണ്ടായിരിക്കും, അവിടെ കളിക്കാരൊക്കെ ഇരിക്കുന്നത് കാണാം നമുക്ക്. സോ അതാണ് ക്രിക്കറ്റ് കളികളിലെ ബെഞ്ചിങ് എന്ന് പറയുന്നത്. അവിടെയും കളിക്കാൻ അവസരം കിട്ടാതെ ഗാലറിയിലോ അല്ലെങ്കിൽ സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്ന അവസ്ഥ വളരെ വേദനാജനകമാണ്. ഈ റിലേഷൻഷിപ്പിലെ ബെഞ്ചിങ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഇതിനെ നിങ്ങൾ മനസ്സിലാക്കാം, ഇത് ബ്രെഡ് ക്രംബിങ്ങിനോട് വളരെ സാമ്യമുള്ളതാണ്. ഒരാളെ ഒരു ബാക്കപ്പ് ഓപ്ഷനായി അല്ലെങ്കിൽ സൈഡ് ബെഞ്ചിൽ ഇരുത്തുന്ന അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രധാന ഓപ്ഷനുകൾ ശരിയാവുന്നില്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് വേണ്ടി മാത്രം ഒരാളുമായിട്ട് ചെറിയൊരു ബന്ധം നിലനിർത്തുന്നു. കൈൻഡ് ഓഫ് എ സ്റ്റെപ്പിനി ഫോർ എ കാർ, റൈറ്റ്? മനഃശാസ്ത്രപരമായ വശം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെയും മറ്റയാളുടെ വികാരങ്ങളോടുള്ള പരിഗണനക്കുറവും ഒരു ഒബ്ജക്റ്റിനെ പോലെ, ഒരു വസ്തുവിനെ പോലെ കാണുന്ന മനോഭാവമാണ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാണാൻ സാധിക്കുക. ഇത് വ്യക്തിബന്ധങ്ങളിലെ ആത്മാർത്ഥതയെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് രീതിയാണ്. അടുത്തത് നമ്മുടെ ഇവിടെ വളരെ ഫേമസ് ആയിട്ട് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ലവ് ബോംബിങ്. എന്താണിത്? തുടക്കത്തിൽ ഒരാളെ അമിതമായ സ്നേഹപ്രകടനങ്ങളാൽ, സമ്മാനങ്ങളാൽ, ശ്രദ്ധ എന്നിവ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിക്കുക. വളരെ പെട്ടെന്ന് തീവ്രമായിട്ടുള്ള അടുപ്പം കാണിക്കുന്ന ഒരു രീതി. ഇതിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള വശം നോക്കുമ്പോൾ ഇത് പുറമേ നല്ലതായിട്ടൊക്കെ തോന്നാമെങ്കിലും ചിലപ്പോൾ ഇതൊരു കൃത്രിമമായിട്ടുള്ള, അതായത് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള തന്ത്രമാകാം. പ്രത്യേകിച്ച് നാർസിസിസ്റ്റിക് സ്വഭാവമുള്ളവർ മറ്റൊരാളെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതി കൂടിയാവാതെ ഈ തീവ്രമായിട്ടുള്ള സ്നേഹപ്രകടനം ഉണ്ടല്ലോ പിന്നീട് പെട്ടെന്ന് പിൻവലിക്കുകയോ വൈകാരികമായിട്ടുള്ള ചൂഷണത്തിലേക്ക് മാറുകയോ ചെയ്യാം. അതുകൊണ്ട് അമിതമായ പെട്ടെന്നുള്ള സ്നേഹപ്രകടനങ്ങളെ അല്പം കരുതലോടെ കാണുന്നത് വളരെ നല്ലതാണ്. അത് തന്നെയായിരിക്കും പലപ്പോഴും നിങ്ങളുടെ സേഫ്റ്റിക്കും ഉചിതമായിട്ടുള്ളത്. ഇനി ഇത്തരത്തിലുള്ള ജെൻസി ടോക്സിക് ബിഹേവിയേഴ്സ് ഒക്കെ എങ്ങനെ മനസ്സിലാക്കാം, ഇതിൻ്റെ അടുത്ത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോ ദീസ് ആർ ദ സ്ട്രാറ്റജീസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വെൻ ദീസ് സോർട്ട് ഓഫ് ബിഹേവിയേഴ്സ് ഹാപ്പൻസ്. ഈ പുതിയ വാക്കുകളും അവയ്ക്ക് പിന്നിലെ രീതികളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആരോഗ്യപരമായിട്ട് പ്രതികരിക്കാം, അല്ലെങ്കിൽ തലമുറകൾ തമ്മിലുള്ള വിടവുണ്ടല്ലോ, ആ ഡിസ്റ്റൻസ്, ദാറ്റ് ജനറേഷൻ ഗ്യാപ്പ് എങ്ങനെ കുറയ്ക്കാമെന്ന് മനസ്സിലാക്കാം. തുറന്നും വ്യക്തവുമായിട്ടുള്ള ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുക. അതെ, എൻകറേജ് ഓപ്പൺ ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ബന്ധങ്ങളിൽ, അത് ഏതുതരം ബന്ധമായാലും, തുടക്കം മുതലേ പ്രതീക്ഷകളെക്കുറിച്ചും ധാരണകളെക്കുറിച്ചും തുറന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, അവ്യക്തതകൾ ഒഴിവാക്കാനായിട്ട് വളരെ സഹായിക്കും. അതായത് നമ്മൾ തമ്മിൽ എന്താണ് എന്ന് ചോദിക്കുന്നതിലോ നിങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമാക്കുന്നതിലോ മടി കാണിക്കേണ്ടതില്ല. വ്യക്തതയില്ലാത്ത ബന്ധങ്ങളിൽ തുടരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാം. പരസ്പരം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ഫോസ്റ്റർ എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. മാതാപിതാക്കളോടും മുതിർന്നവരോടും ജെൻസി ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ പെട്ടെന്ന് വിധിക്കാതെ അവർ ജീവിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളെയും സാങ്കേതിക വിദ്യയുടെ സ്വാധീനത്തെയും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. ജെൻസിയോടും ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഈ പെരുമാറ്റങ്ങൾ അഥവാ ഗോസ്റ്റിംഗ്, ബെഞ്ചിങ്, അതുപോലെ തന്നെ ലവ് ബോംബിങ് മുതലായവയൊക്കെ മറ്റുള്ളവരിൽ എന്തുമാത്രം വൈകാരിക ആഘാതം ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എളുപ്പവഴികൾ തേടുമ്പോൾ
അത് മറ്റൊരാളെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നേരിട്ടുള്ള എന്നാൽ മാന്യമായ ആശയവിനിമയമാണ് ആരോഗ്യകരമായിട്ടുള്ള കാര്യം. അത് പിന്തുടരാൻ ശ്രമിക്കുക. സ്വന്തം അതിരുകളും ആത്മാഭിമാനവും സംരക്ഷിക്കുക. സെറ്റ് ബൗണ്ടറീസ് ആൻഡ് പ്രൊട്ടക്ട് സെൽഫ് റെസ്പെക്ട്. അവ്യക്തമായ ബന്ധങ്ങളിലോ നിങ്ങളെ മാനിക്കാത്ത പെരുമാറ്റങ്ങളിലോ തുടരണോ എന്ന് സ്വയം ചോദിക്കുക. ബ്രെഡ് ക്രംബിംഗ് പോലുള്ള പെരുമാറ്റങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വൈകാരിക ഊർജ്ജം അവിടെ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്ക് വ്യക്തതയും ബഹുമാനവും ലഭിക്കുന്ന ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അപ്പോൾ ഗോസ്റ്റിംഗ്, സിറ്റുവേഷൻഷിപ്പ് തുടങ്ങിയ പുതിയ വാക്കുകൾ ഇന്നത്തെ ബന്ധങ്ങളിലെ മാറുന്ന ചില രീതികളെയാണ് കാണിക്കുന്നത്. പലപ്പോഴും അവ്യക്തതയും പ്രതിബദ്ധതയിലുള്ള ബുദ്ധിമുട്ടുകളും ആശയവിനിമയത്തിലെ പുതിയ വെല്ലുവിളികളും ഇതിൽ പിന്നിലുണ്ട്. ഓർക്കുക, വാക്കുകൾ മാറിയാലും ആരോഗ്യപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനം എപ്പോഴും പരസ്പര ബഹുമാനം, വിശ്വാസം, വ്യക്തമായിട്ടുള്ള ആശയവിനിമയം, മറ്റൊരാളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവ തന്നെയാണ്. അതിൽ അങ്ങ് വിശ്വസിക്കാം. ഈ പുതിയ രീതികളെക്കുറിച്ച് അറിയുന്നത് സ്വയം സംരക്ഷിക്കാനും മറ്റുള്ളവരുമായി കൂടുതൽ ആത്മാർത്ഥതയും ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനും നമ്മളെ സഹായിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പുതുതായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റ് റിലേഷൻഷിപ്പ് വാക്കുകൾ, പുതിയ മറ്റ് റിലേഷൻഷിപ്പ് വാക്കുകൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ ചിന്തകളും അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ അണ്ടർസ്റ്റാൻഡിങ്ങുകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് അമർത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഉപകാരപ്രദമാവാനായിട്ട് ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാൻ ഒരിക്കലും മടിക്കരുത്. പുതിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.